ഹായ് കൂട്ടുകാരെ, രുചിത്തട്ടിലേക്ക് സ്വാഗതം. പെരുന്നാളൊക്കെ ആണല്ലേ, അപ്പം നമ്മളും ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് റിലാക്സ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതേപോലെ ഒരു ചെറിയൊരു ഇടവഴിയുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് റോഡ് വരുന്നത് കേട്ടോ. ആ കാണുന്നത് ഒരു മദ്രസ, അതുപോലെ തന്നെ ഒരു സ്ഥാപനം ഉണ്ടാക്കി എടുക്കുകയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ള വീടുകൾ തന്നെയായിരുന്നു ഇതിൻ്റെ അടുത്തൊക്കെ ഉള്ളത്. ഇനി മെയിൻ റോഡിലേക്കുള്ള യാത്രയാണ്. കുറച്ച് ദൂരമുള്ളൂ, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ കുറേ കുട്ടികളും എല്ലാവരും വീട്ടിലത്തെ എല്ലാവരും ഉള്ളത് കാരണം തന്നെ ഞങ്ങൾ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വെറുതെ ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാമെന്ന് കരുതി. ദൂരമൊന്നുമില്ല, ഞങ്ങൾ വേറെ എവിടേക്കും ടൂറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളായിട്ട് ജസ്റ്റ് ഒന്ന് അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. നമുക്ക് നടക്കുകയാണെങ്കിൽ ഒരു തൊടിയിലൂടെ നടന്ന് പെട്ടെന്ന് തന്നെ എത്താറുള്ളൂ. പക്ഷെ കുറച്ച് ദൂരത്തിൽ കുട്ടികൾക്കൊന്ന് വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് പോകാമെന്ന് കരുതിയിട്ടാണ് എത്താനായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ നമ്മളെ കേരളത്തിൻ്റെ റോഡ് പണിയാണ്, മൊത്തം എല്ലാ ഭാഗത്തും ഒരേപോലെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ എൻ്റെ ഒരു ഇത്താൻ്റെ വീടുണ്ട്, അവിടുന്ന് അവരും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെയും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയതായിരുന്നു കേട്ടോ. ഇപ്പോൾ അവരെയും എടുത്തിട്ടുണ്ട്, ഇനി പോയോണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ നല്ല ഹാപ്പിയിലായിരുന്നു, എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ അവരെയും കൂടിയായിട്ട് പോകുമ്പോൾ അവർക്കൊരു സന്തോഷമായിരിക്കും. പിന്നെ അതുപോലെ നിങ്ങൾ പെരുന്നാൾക്ക് എവിടേക്കൊക്കെ പോയി എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കണ്ടോ, ഇവിടെ പാടമായിരുന്നു കേട്ടോ. ആ പാടമൊക്കെ നികത്തിയിട്ടാണ് ഇവിടെ റോഡ് പണിയും ഒക്കെ ഉള്ളത്. മൊത്തം വെള്ളം മഴ പെയ്തിട്ട് ആകെ ബുദ്ധിമുട്ടിലാണ്. കണ്ടോ, അവിടെ കണ്ടോ ഒരു പോത്തിനെ അവർ പാടത്തിറക്കിയിട്ട് ഓടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ പോണ മാതിരി കേട്ടോ ഈ ഒരു ഭാഗം. പിന്നെ ഇതുപോലെ ആ രണ്ട് സൈഡിലും പാടങ്ങളായിരുന്നു, ആ പാടം നികത്തിയിട്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കുറേ അധികം വീടുകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ തന്നെയാണ് കുളം എത്തി കേട്ടോ. വലിയൊരു കുളമായിരുന്നു, ആദ്യം വട്ടത്തിലുള്ള ഒരു കുളമായിരുന്നു. അതിപ്പോൾ പഞ്ചായത്തേർ ഇതിങ്ങനെ കെട്ടി അങ്ങനെ ഒരു ഗ്രില്ലൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അടിപൊളി കുളമാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് അവിടെ വൈബടിക്കാതിരിക്കുക ഇങ്ങനെ ചെയ്യണമെന്ന് കരുതിയിട്ട് ഇറങ്ങണവരായിരിക്കും. കണ്ടോ, മക്കളൊക്കെ ഇറങ്ങി നീന്തി തിമിർത്തിരിക്കുക കേട്ടോ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുക കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു ചായക്കടയിൽ നിന്ന് പരിപ്പോടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, മക്കളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലാണ് റോഡുള്ളത് കേട്ടോ. മുകളിൽ കൂടെയും താഴത്തു കൂടെ പോകാനുള്ള വഴിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്കാണ് തിരിച്ച് പോവുകയാണ്. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ കുട്ടികൾക്കൊക്കെ ഒന്ന് വൈബടിച്ച് നല്ലൊരു റിലാക്സായി കിട്ടാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇപ്പോൾ കണ്ടോ, രണ്ട് പാടത്തിൻ്റെ ഇടയിലൊക്കെ മണ്ണിട്ട് റോഡാക്കിയതിന് ശേഷം ആകെ മഴ പെയ്താൽ പിന്നെ അതിൽ നടക്കാനോ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് പോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ റോഡ് പണിയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുമില്ല, അതിൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്തായാലും മാഷാ അല്ലാഹ് ഞങ്ങൾ തിരിച്ച് പോന്നിട്ട് വളരെ സ്ലോവിലായിരുന്നു വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. വേഗം എത്തുമല്ലോ എന്ന് കരുതിയിട്ട് മെല്ലെ പോയി സംസാരിച്ചൊക്കെ മെല്ലെ പോയി. കുട്ടികളുടെ കയ്യിലൊക്കെ ചെറിയ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരും സംസാരിച്ച് ഇവിടെയാണ് ഇത്താൻ്റെ വീടുള്ളത്. ഈ ഒരു പോസ്റ്റിൻ്റെ ഇപ്പുറത്തായിട്ടാണ് കേട്ടോ അവരുടെ വീടുള്ളത്. ഈ ഒരു വീടാണ്. ഇവിടെ അവരെ നിർത്തി കൊടുത്തിട്ട് അവരെ ഇറക്കാൻ പറഞ്ഞ് അവരെ ഇറക്കിയിട്ടുണ്ട്. ഓരോരുത്തർ കണ്ടോ, ചെറിയ ചൂണ്ടലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഓരോരുത്തരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. ഇന്നലെ ഞങ്ങൾ എന്നെ കല്യാണം കഴിച്ച വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് കുട്ടികൾക്ക്. അവിടേക്ക് പോകണ സങ്കടമല്ല, പക്ഷെ ഇവിടെ എല്ലാവരും ഉണ്ട്, അവിടെ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും മാഷാ അല്ലാഹ് ഞങ്ങളെ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. വീഡിയോ അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്കും ഞങ്ങൾ പോയതൊന്ന് കാണിച്ചു തരാം. ഞങ്ങളെ കുളം നാടൊക്കെ കാണിച്ചതല്ലേ അതിൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ എന്ന് കരുതിയിട്ടാണ്
ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇനിയും ഇതുപോലുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഈ പെരുന്നാളിൻ്റെ 2ാം പെരുന്നാൾക്കാണ് ഈ വൈറ്റ് പെയിൻ്റ് അടിച്ച വീട് ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ആ വീട് പണിയും അതിലെ വണ്ടി പോണതൊക്കെ ആയിട്ട് ആകെ ചളിയൊക്കെ നന്നായിട്ട് മഴയും ചളിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും മാഷാ അല്ലാഹ് ഞങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോകണം. ഇത് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് ആ മുകളിലുള്ള വീടാണ് ഞങ്ങളെ വീട് കേട്ടോ. അങ്ങനെ ഇവിടെ വണ്ടി നമ്മൾ നിർത്തും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പോണത്. ഇതുപോലുള്ള വീഡിയോ ഇനിയും കാണാം.